ഹായ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെറിയൊരു യാത്രയിലാണ്. അപ്പോൾ ദൂരേക്കൊന്നുമില്ല, നമ്മുടെ അടുത്തൊരു സ്ഥലം തന്നെയാണ്. ഇരുവഴപ്പുഞ്ചിറ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇരുവഴപ്പുഞ്ചിറ എന്ന് പറഞ്ഞാൽ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചാണ്. പ്രധാന ഭാഗങ്ങളെന്നല്ല, ഏകദേശം ഒരു 90% ഭാഗങ്ങളും ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡൊക്കെ പണിതിട്ട് അധികമൊന്നും ആയിട്ടില്ല കേട്ടോ. നേരത്തെ ഇവിടെയൊക്കെ മൊത്തം കല്ല് വഴിയായിരുന്നു, ജീപ്പ് മാത്രം പോകുന്ന വഴികളായിരുന്നു. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും റോഡൊക്കെ. ഈ സ്ഥലം കോട്ടയം ജില്ലയിലെ മേലുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇങ്ങോട്ട് വരാനാണെങ്കിൽ തൊടുപുഴ വന്നിട്ടോ അല്ലെങ്കിൽ ഈരാറ്റുപേട്ട വന്നിട്ടൊക്കെ വരാവുന്നതാണ്. അപ്പോൾ നമ്മൾ പൂഞ്ചിറയിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ഇതാ കാണുന്ന മലയാണ് ഇരുവഴപ്പുഞ്ചിറ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ടോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയി നിന്ന് കടൽ വരെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇവിടെ ചെറിയ തടാകങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം കുന്നിൻ്റെ മുകളിലാണെങ്കിൽ വെള്ളമൊന്നും പറ്റത്തില്ല, ഇഷ്ടംപോലെ വെള്ളമുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളിതാ പൂഞ്ചിറയിലേക്ക് എത്തി തുടങ്ങി. ഇവിടെ കുറേ ട്രക്കിംഗ് ജീപ്പുകളൊക്കെ കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി വിട്ടിട്ട് നമുക്ക് ജീപ്പിനാണ് കയറി പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നടന്നു പോകണം. അപ്പോൾ നമ്മൾ നടന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എത്തിയേ ഉള്ളൂ, ഉണ്ടല്ലേ. ചെറിയ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി. ഇപ്പോൾ അങ്ങോട്ട് കാഴ്ചകൾ കിടക്കുന്നുള്ളൂ കേട്ടോ. റൈറ്റ് കൊണ്ട് ഇടാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ നടന്ന് അങ്ങോട്ട് കയറുവാണ്. നല്ല വെയിലാണ് കേട്ടോ, സഹിക്കാൻ പറ്റാത്ത വെയിലാണ്. ഇവിടെ ഒരു മരം പോലും ഇല്ല. അതാണ് ഇരുവഴപ്പുഞ്ചിറ എന്ന് പറയുന്നത്. ഇവിടെ ഒരു മരം പോലും കാണാൻ സാധിക്കത്തില്ല. ഇല വീഴാത്തതുകൊണ്ട് ഇരുവഴപ്പുഞ്ചിറ. ഇതുപോലത്തെ വഴിയാണ് കേട്ടോ. റോളിങ് കല്ല് പാകിയ വഴികളാണ്. ജീപ്പ് മാത്രമാണ് പോകത്തുള്ളൂ. നമ്മൾ നടന്നത് ആ പകുതി എത്തിയുള്ളൂ കേട്ടോ. നീ അങ്ങോട്ട് കിടക്കുവാണ്. അപ്പോൾ നമ്മൾ ഇരുവഴപ്പുഞ്ചിറ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഇതാ കാണുന്ന താഴെ കാണുന്ന ഡാം എന്ന് പറഞ്ഞാൽ മലങ്കര ഡാമാണ്. ഇത് മൂലാറ്റം പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് ബാക്കി പുറത്തേക്ക് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ തൊടുപുഴ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് മൂവാറ്റുപുഴ ചെന്നാണ് പോകുന്നത്. അപ്പോൾ മലങ്കര അണക്കെട്ടുണ്ട്, അവിടെ തടഞ്ഞെടുത്തേക്കാണ് വെള്ളം. മലങ്കര ഡാമും കാഞ്ഞാറും ഒക്കെയാണ് കാണുന്നത്. ഇരുവഴപ്പുഞ്ചിറ എന്ന് പറഞ്ഞാൽ കോട്ടയം ഇടുക്കി ബോർഡറാണ്. അന്തരീക്ഷം നല്ല തെളിഞ്ഞു കിടക്കുകയാണെങ്കിൽ കടൽ വരെ കാണാൻ കേട്ടോ പറയുന്നത്. പിന്നെ ഇവിടെ ഒരു പഴയ വയർലെസ് സ്റ്റേഷൻ ഉണ്ട്, അങ്ങോട്ടൊക്കെ നമുക്ക് പോകണം. ഇതാക്കുന്ന ടവറൊക്കെ ഇടിപിടിക്കാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കേട്ടോ. ഇവിടെ ഒരുപാട് പേര് ഇടിവെട്ടി മരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സിനിമയിലും കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മഴക്കാലത്ത് വന്നെങ്കിലാണ് നല്ല കാഴ്ചകളെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പം കണ്ടില്ല, മൊത്തം കത്തിക്കരിഞ്ഞ് കിടക്കുകയാണ്. അപ്പം നല്ല പച്ചപ്പും ഭംഗിയായി കാണണമെങ്കിൽ മഴക്കാലത്ത് വരണം. കയറി വന്ന വഴി അതാണ്. ആ സിനിമയിൽ പോലീസ് കൊണ്ട് വെടിനട്ടൊക്കെ കാണിക്കുന്നത് ഈ വഴിക്കാണ്. സിനിമ കണ്ടവർക്കറിയാം. പിന്നെ ഈ ട്രെയിനിൻ്റെ ബോഗിയുടെ ആകൃതി കൊണ്ടിരിക്കുന്ന ഒരു പഴയ വയർലെസ് സ്റ്റേഷനാണ്. ഇരുവഴപ്പുഞ്ചിറ എന്ന് പറയുന്ന സിനിമയിലും ഇത് വയർലെസ് സ്റ്റേഷനായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പോലീസ് വയർലെസ് സ്റ്റേഷൻ കോട്ടയം. ഇതാ കാണുന്ന മറ്റൊരു തടാകമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരിക്കലും വെള്ളം പറ്റത്തില്ല. പിന്നെ ഇങ്ങോട്ടൊക്കെ വരുന്നൊരു പരമാവധി വൈകുന്നേരമൊക്കെ വരാൻ നോക്കുക. വൈകുന്നേരം മഴക്കാലത്ത് പറ്റില്ല, മഴക്കാലത്ത് നല്ല ഇടിയായിരിക്കും. വേനൽക്കാലത്തേക്കാണ് വൈകുന്നേരം വരാൻ നോക്കുക, അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും, സഹിക്കാൻ പറ്റാത്ത വെയിലാണ്.
എൻ്റെ ചൂട്. അപ്പോൾ നമ്മളിതാ തിരിച്ചിറങ്ങി പോവാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം.